ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ്. പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടവണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പ് ഊരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു. അത് തിരുത്തിയേ മതിയാകൂ. ശിവഗിരി മഠത്തിന്റെ മാർഗനിർദ്ദേശം അതാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടൽ, അതിന്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, മറ്റെന്തെങ്കിലും വിവാദത്തിന് അവസരമുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ചെയ്യുക. അവരെ ഓർമ്മിപ്പിക്കാനാണ്. ഈ 92ാമത് തീർത്ഥാടന മഹാസമ്മേളനം ഇവിടെ സമുദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ഐക്യ കേരളം രൂപീകൃതമായതിനു ശേഷം ശ്രീനാരായണ ധർമ്മ പ്രചാരണ പ്രവർത്തനത്തിനും ശിവഗിരിക്കും വേണ്ടി ഇവിടുത്തെ ജനാധിപത്യ മതേതര ഗവൺമെന്റുകൾ ഒട്ടേറെ സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഒരിക്കലും ശ്രീനാരായണ സമൂഹവും ശിവഗിരിയും ഒരിക്കലും വിസ്മരിക്കുകയില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് കേരള ഗവൺമെന്റ്, ശ്രീ പിണറായി സർക്കാർ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടത്തിയത് എന്ന് പറയാതെ പോകുക വയ്യ. കാരണം നമ്മുടെ തലസ്ഥാന നഗരിയിൽ അങ്ങോളം ഇങ്ങോളം നാം കണ്ണോടിക്കുമ്പോൾ ധാരാളം സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക രംഗത്തെ വ്യക്തിത്വങ്ങളുടെ പ്രതിമ നമ്മുടെ തലസ്ഥാന നഗരിയിൽ കാണുവാൻ കഴിയും. എന്നാൽ ഭാരതത്തിന്റെ പ്രത്യേകിച്ചു കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ഒരു ചാലകശക്തിയായി നിലകൊണ്ട ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ തലസ്ഥാന നഗരിയിൽ കാണുവാനില്ലായിരുന്നു. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ ധീരവും ശക്തവുമായ ഒരു നിലപാടിലൂടെ ശ്രീനാരായണ ഗുരുദേവന്റെ പൂർണ്ണകായ പ്രതിമ അനന്തപുരിയുടെ തിരുഹൃദയത്തിൽ തന്നെ അനാവരണം ചെയ്യുകയുണ്ടായി. അത് ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ശ്രീനാരായണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു മുഹൂർത്തമായിരുന്നു. അതിനുശേഷം പിണറായി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ മഹത്വം, ഗുരുവിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഗുരുകുലത്തിൽ, ശ്രീനാരായണ ഗുരുകുലത്തിൽ 19 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ശ്രീനാരായണ കൺവെൻഷൻ സെന്ററും ശ്രീനാരായണ ഡിജിറ്റൽ മ്യൂസിയവും സ്ഥാപിക്കുകയുണ്ടായി. മറ്റൊന്ന്, ശ്രീനാരായണ വിശ്വാസികളുടെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ചിരകാല സ്വപ്നമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സമുദ്ഘാടനം ചെയ്യിക്കുകയുണ്ടായി. ഇതും പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന കാര്യം. പിന്നീട് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെയും സന്ദേശങ്ങളെയും സമഗ്രമായി അപഗ്രഥം ചെയ്യുവാനും പഠിക്കുവാനും വേണ്ടി 59 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കൊല്ലത്ത് ആദ്യമായി ഒരു സാംസ്കാരിക നിലയം സമുദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചത് പിണറായി സർക്കാർ ചില അവിസ്മരണീയങ്ങളായ മുഹൂർത്തങ്ങളെ മാത്രമാണ്. ശിവഗിരിക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമായി ഒട്ടേറെ സഹായ സഹകരണങ്ങൾ ഉദാരപരമായ കാര്യങ്ങളിൽ പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തിത്വമാണ് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്നും ശിവഗിരിയുടെ സമഗ്രമായ വികസനത്തിനും ശ്രീനാരായണ ധർമ്മ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ശക്തവും ധീരവുമായ
സഹായ സഹകരണങ്ങൾ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും എന്ന പ്രത്യാശയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെക്കുറിച്ച് പൊതുവെ പറയാറുണ്ട് അധിക പ്രസംഗിയാണ് എന്ന്. പക്ഷെ ഇന്നത്തെ ഞാൻ യോഗത്തിൽ അധിക പ്രസംഗമായി ഒന്നും പറയുന്നില്ല. ഏതാനും വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളുടെ സ്വാഗത പ്രാസംഗികനായ ശുഭാംഗാനന്ദ സ്വാമി നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ, അതിൽ കേരളത്തിൽ നിരവധി മുഖ്യമന്ത്രിമാരൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ആവശ്യമായ സംഭാവനകൾ ചെയ്യുവാൻ ഭരണതലത്തിൽ ഇരുന്നു കൊണ്ട് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിച്ച പ്രിയങ്കരനായൊരു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും വിസ്മൃതിയിലാണ്ടുപോയാലും ശ്രീനാരായണ സമൂഹം ഒരിക്കലും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കാര്യവും അതുപോലെ ഗുരുദേവന്റെ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തതും ശിവഗിരിയുടെ വികസനത്തിന് വേണ്ടിയൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് ശിവഗിരി മഠവും ശ്രീനാരായണ പ്രസ്ഥാനവും ഒരിക്കലും മറക്കില്ല. അങ്ങയെ ശ്രീനാരായണ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുകയാണ്. ഇന്ന് ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഗുരുദേവൻ എടുത്തു കളഞ്ഞ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിരികെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ ശ്രീനാരായണീയ സമൂഹം പലതിലും ഭാഗമാക്കുകളാവുകയും പല കാര്യങ്ങളിലും കയ്യും കെട്ടി നോക്കി നിൽക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. കേരളത്തില് മനുഷ്യന്റെ പേരില് യാഗങ്ങൾ നടത്തുക, മനുഷ്യ മാംസം ഹോമിക്കുന്ന രൂപത്തിലുള്ള യാഗങ്ങൾ നടത്തുക തുടങ്ങിയ അന്ധാചാരങ്ങളിലേക്ക് പോലും നമ്മുടെ രാജ്യം വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തായി കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യോത്സ്യവും പ്രശ്നവും അന്ധവിശ്വാസങ്ങളുമാണ്. ശ്രീനാരായണ സമൂഹം അറിഞ്ഞോ അറിയാതെയോ ഇതിലൊക്കെ ചെന്ന് വീഴുകയാണ്. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി മുഹൂർത്തം നിശ്ചയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി ഇനി മുഹൂർത്തം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ മഹാത്മാവാണ്. ആ മഹാഗുരുവിന്റെ അനുയായികളായിരിക്കുന്ന ആളുകൾ ഒരിക്കലും അന്ധാചാരങ്ങളിലും അനാചാരങ്ങളിലും ജ്യോത്സ്യന്റെയും പ്രശ്നകാരിയുടെയും ഒക്കെ വഴിയെ പോകുന്നവരായി തീരുവാൻ പാടുള്ളതല്ല. അതുപോലെ ഗുരുദേവൻ അരുവിപ്പുറത്തും ശിവഗിരിയിലും ആലുവായിലും ഒക്കെ സ്ഥാപനങ്ങൾ, ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് സ്ഥാപിച്ചു തന്നപ്പോൾ അവിടെ എല്ലാവർക്കും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ പ്രവേശനം അനുവദിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും മറ്റ് മതക്കാർക്ക് പ്രവേശനമില്ല. ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ പോലും അത് പിന്തുടർന്ന് കാണുമ്പോൾ വലിയ ഖേദം തോന്നുന്നു. അതിനേക്കാൾ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ്. പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടവണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പ് ഊരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു. അത് തിരുത്തിയേ മതിയാകൂ. ശിവഗിരി മഠത്തിന്റെ മാർഗനിർദ്ദേശം അതാണ്. ബഹുമാനപ്പെട്ട SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും ഇക്കാര്യത്തിൽ തുറന്ന് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ
വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒരു പ്രവർത്തകൻ ശിവഗിരിയിൽ വന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഞങ്ങൾ ഉടുപ്പ് ഊരണമെന്ന് നിർബന്ധം പിടിച്ചിട്ടില്ല. പിന്നെ ഉടുപ്പ് ഊരിയെ കയറാവൂ എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ ശ്രീനാരായണ പാരമ്പര്യം പിന്തുടരുന്ന ചില വൈദികന്മാരുമുണ്ട്. അത് മനസ്സിലാക്കി പ്രതികരിക്കുവാൻ, അന്ധാചാരങ്ങളെ ദൂരീകരിക്കുവാൻ ശ്രീനാരായണ സമൂഹം ഉണർന്നു നിന്ന് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ്. ആദ്യമേ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണക്കു മുന്നിൽ പ്രണാമം അർപ്പിക്കട്ടെ. ഇന്നത്തെ ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടൽ, അതിൻ്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, മറ്റെന്തെങ്കിലും വിവാദത്തിന് അവസരമുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ചെയ്യുക. അവരെ ഓർമ്മിപ്പിക്കാനാണ്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രാധാന്യമുള്ള ഇനം, നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവെ കാണാൻ കഴിയും. അതിനാണ് കാലാനുസൃതമായ മാറ്റം. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട്. ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ്. ആരെയും നിർബന്ധിക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന നിലയാണ് ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങളെല്ലാം ഈ നിലയാണ് സ്വീകരിച്ചു പോവുക എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല, മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാനിടയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സമ്മേളനം നടക്കുന്ന ഘട്ടം, വൈക്കം സത്യാഗ്രഹം, ആലുവ സർവമത സമ്മേളനം, ഇവയുടെയൊക്കെ അനുഭവമെടുത്താൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ സമ്പുഷ്ടമാക്കിയ സുപ്രധാന സംഭവങ്ങളാണ്. ആ സംഭവങ്ങളുടെ ശതാബ്ദി ഘട്ടമാണ് ഇത് എന്ന് നമുക്കേവർക്കും അറിയാം. ആ ചരിത്ര സംഭവങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങളും അവയുടെ പശ്ചാത്തലത്തിൽ ഒരു നൂറ്റാണ്ട് മുൻപ് മഹാനായ ഗുരു ഉദ്ബോധിപ്പിച്ച കാര്യങ്ങളും എല്ലാം ഏറെ പ്രസക്തമായി തുടരുന്ന അത്തരമൊരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത് എന്ന് നാം ഓർക്കണം.